തെരഞ്ഞെടുപ്പ് വർഷത്തിലും ക്ഷേമ പെൻഷൻ കൂട്ടുന്ന പ്രഖ്യാപനമില്ലാതെ സംസ്ഥാന ബജറ്റ് കടന്നുപോയി. അതാത് മാസത്തെ പെൻഷൻ കുടിശ്ശികയില്ലാതെ നൽകുമെന്നും അവശേഷിക്കുന്ന 3 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നും മാത്രമാണ് മന്ത്രി തൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത്. പെൻഷൻ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നാണ് ധനമന്ത്രി ഇന്ന് വിശദീകരിച്ചത്. 2021 ധനമന്ത്രിയായിരുന്ന ഡോക്ടർ ടി.എം. തോമസ് ഐസക്കാണ് ക്ഷേമ പെൻഷൻ 1600 രൂപയായി കൂട്ടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFിൻ്റെ പ്രകടന പത്രികയിൽ പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം ക്ഷേമ പെൻഷൻ 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. ഈ സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിൽ ഇക്കുറി 100 രൂപയെങ്കിലും കൂട്ടുമെന്ന് ചിലരെങ്കിലും പ്രതീക്ഷിച്ചു. എന്നാൽ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിനാണ് മുൻഗണന എന്ന കാഴ്ചപ്പാടാണ് ധനമന്ത്രി ബജറ്റിൽ അവതരിപ്പിച്ചത്. രണ്ടാം പിണറായി സർക്കാർ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ ചുരുങ്ങിയത് 50,000 കോടി രൂപയെങ്കിലും ക്ഷേമ പെൻഷനായി നൽകും. 2011-16 സർക്കാരിൻ്റെ 5 വർഷക്കാലം സാമൂഹ്യ സുരക്ഷാ പെൻഷനായി വിതരണം ചെയ്തത് 10,700 കോടി രൂപയുടെ 5 ഇരട്ടിയോളം വരും ഇപ്പോൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കാൻ കഴിയാത്തതിന് ധനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം സാമ്പത്തിക പ്രതിസന്ധിയാണ്. കേന്ദ്ര നയങ്ങൾ മൂലമുണ്ടായ വെട്ടിക്കുറവാണ് തടസ്സമെന്നും ധനമന്ത്രി വിശദീകരിക്കുന്നു. LDFിന്റെ പ്രകടന പത്രിക 2,500 രൂപയാക്കുമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞ കാര്യത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. LDFിന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന സമയത്ത് കേരളത്തിന് ഇത്രയേറെ നമ്മുടെ പണം വെട്ടിക്കുറയ്ക്കുന്ന പരിപാടിയില്ലായിരുന്നു അവിടെ. അതിനുശേഷമാണ് 50,000 കോടിയിലധികം രൂപ വെട്ടിക്കുറച്ചത്. ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും പ്രതീക്ഷ പൂർണ്ണമായും കൈവിടേണ്ടതില്ല. മന്ത്രിസഭാ തീരുമാനത്തിലൂടെയോ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയോ ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് പ്രഖ്യാപിക്കാൻ സർക്കാരിന് കഴിയും. നിലവിലുള്ള കുടിശ്ശിക തീർത്ത ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെൻഷൻ കൂട്ടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത്, 24.